ഗുഡ് മോർണിംഗ് എവരിബഡി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ORDBMS ആണ് തുടങ്ങിയത് അല്ലേ. ഒബ്ജക്റ്റ് റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ എക്സ്റ്റൻഡഡ് റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ ഡിസൈൻ എങ്ങനെയാണെന്ന് പഠിച്ചു, പിന്നെ എന്താണ് നെസ്റ്റഡ് റിലേഷൻസ് എന്ന് പഠിച്ചു, അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു, പിന്നെ കളക്ഷൻ ടൈപ്സ് എന്തൊക്കെയാണെന്നുള്ളതും പറഞ്ഞു അല്ലേ. ഇനി നെക്സ്റ്റ് നമ്മളുടെ ടോപ്പിക്ക് സിലബസിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോറേജ് ആൻഡ് ആക്സസ് മെത്തേഡ്സ്, ക്വറി പ്രോസസ്സിംഗ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള 2 ടോപ്പിക്സാണ് ഇനി ORDBMS നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അത് ആക്ച്വലി ആ ടോപ്പിക് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ORDBMS അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് പ്രോബ്ലംസ് അറൈവ്ഡ് ഇൻ ORDBMS എന്നാണ് ശരിക്കും ആ ടോപ്പിക്ക് വരുന്നത്. നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ അങ്ങനെയാണ് കിട്ടുക. ചലഞ്ചസ് ഇൻ ഇംപ്ലിമെൻറ്റിംഗ് എൻ ORDBMS, ഒരു ഒബ്ജക്റ്റ് റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ORDBMSൽ ഏത് ടൈപ്പ് ഡാറ്റയാണ് ഉണ്ടാവുക? കോംപ്ലക്സ് ഡാറ്റ ടൈപ്സാണ് ഉണ്ടാവുക അല്ലേ. നമ്മുടെ സാധാരണ ഇൻറ്റീജർ ഫ്ലോട്ട് ക്യാരക്ടർ സ്ട്രിങ് ഒന്നുമല്ല ഉണ്ടാവുക. ഇമേജസ്, പിക്ചേഴ്സ്, വീഡിയോസ്, അതുപോലെയുള്ള എന്താ പറയുക ഫോട്ടോസ്, അങ്ങനത്തെ കുറേ ഹൈലി ടാലൻറ്റഡ് അല്ലെങ്കിൽ ഹൈലി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡാറ്റാസാണ് എന്തിലുണ്ടാവുക? കോംപ്ലക്സ് ആയിട്ടുള്ള ഡാറ്റാസാണ് ORDBMSൽ ഉണ്ടാവുക. ഓക്കെ, അപ്പം നോർമലി നമ്മൾ സാധാരണ ഡാറ്റ സ്റ്റോർ ചെയ്യാനോ അല്ലെങ്കിൽ റിട്രീവ് ചെയ്യാനോ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ഒന്നും എന്തിൽ പറ്റില്ല? ഈ കോംപ്ലക്സ് ഡാറ്റയിൽ പറ്റില്ല. അപ്പം നമ്മൾ പറഞ്ഞു കോംപ്ലക്സ് ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ORDBMSൽ എന്തൊക്കെയായിരുന്നു? യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് അല്ലെങ്കിൽ അബ്സ്ട്രാക്റ്റ് ഡാറ്റ ടൈപ്സ് ഒക്കെയാണ് നമ്മൾ ORDBMSൽ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള എന്ത് വേണം? സ്റ്റോറേജ് മെത്തേഡ്സും അല്ലെങ്കിൽ ആക്സസ് മെത്തേഡ്സും ഒക്കെ വേണം. ഓക്കെ, അപ്പോൾ ലാർജ് എഡിറ്റീവ് ഒബ്ജക്ട്സ് അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് ഒബ്ജക്ട്സ് ഒക്കെ മിക്കവാറും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്പ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ORDBMSൽ അത് സ്റ്റോർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പൊതുവേ ORDBMSൽ വരുന്ന കുറച്ച് ഇഷ്യൂസ് അല്ലെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് സ്റ്റോറേജ് ആൻഡ് ആക്സസ് മെത്തേഡ്സിൽ വരുന്ന ഇഷ്യൂസ്, എന്തുകൊണ്ടാണ് ഇത് പ്രശ്നമാണെന്ന് പറയാൻ കാരണം, സിൻസ് ഒബ്ജക്റ്റ് റിലേഷണൽ ഡാറ്റാബേസസ് സ്റ്റോർ ന്യൂ ടൈപ്സ് ഓഫ് ഡാറ്റ, ORDBMS ഇംപ്ലിമെൻറ്റേഴ്സ് നീഡ് ടു റീവിസിറ്റ് സം ഓഫ് ദി സ്റ്റോറേജ് ആൻഡ് ഇൻഡെക്സിങ് ഇഷ്യൂസ്. അതായത് സാധാരണ ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇൻഡെക്സ് ചെയ്യുന്നതോ പോലെ എളുപ്പമല്ല. അപ്പോൾ നമ്മൾ വീണ്ടും ഇതിന് പുതിയ മെത്തേഡ്സൊക്കെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഇൻ പെർട്ടിക്കുലർ, സിസ്റ്റം മസ്റ്റ് എഫിഷ്യൻ്റ്ലി സ്റ്റോർ ADT ഒബ്ജക്ട്സ് ആൻഡ് സ്ട്രക്ചേർഡ് ഒബ്ജക്ട്സ് ആൻഡ് പ്രൊവൈഡ് എഫിഷ്യൻറ്റ് ഇൻടെക്സ്റ്റ് ആക്സസ് ടു ബോത്ത്. ADT ഒബ്ജക്ട്സും അതുപോലെ തന്നെ സ്ട്രക്ചേർഡ് ഒബ്ജക്ട്സിനെയൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള മെത്തേഡ്സ് നമ്മൾ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ അതിനെ ആക്സസ് ചെയ്യാനുള്ള മെത്തേഡ്സും കണ്ടുപിടിക്കണം. ഓക്കെ, ലാർജ് ADT ഒബ്ജക്ട്സ് ആൻഡ് സ്ട്രക്ചേർഡ് ഒബ്ജക്ട്സ് കോംപ്ലിക്കേറ്റ് ദ ലേഔട്ട് ഓഫ് ഡാറ്റ ഓൺ ഡിസ്ക്. അപ്പോൾ നമ്മളിത് എഴുതുമ്പം ഇംപ്ലിമെൻറ്റേഷൻ ഇഷ്യൂസ് ഓഫ് ORDBMS എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ടോപ്പിക്ക് നമ്മൾ പറയേണ്ടത്. ഓക്കെ, അപ്പോൾ ലാർജ് ADT ഒബ്ജക്ട്സ് ഒക്കെ നമ്മുടെ ഡിസ്കിലുള്ള ഡാറ്റയുടെ ലേഔട്ടിനെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നു. യൂസർ ഡിഫൈൻഡ് ADT എന്ന് പറഞ്ഞാൽ അത് എത്ര തന്നെ വലുത് വേണമെങ്കിലും ആവാൻ പറ്റും. യൂസർ ഡിഫൈൻഡ് ആണ്. അപ്പോൾ യൂസറിന് ഡിഫൈൻ ചെയ്യാം അതിൽ എത്ര ആട്രിബ്യൂട്ട്സ് വേണം, അതിനൊക്കെ എന്തൊക്കെ ടൈപ്പ് ഓഫ് ഡാറ്റ വേണം, എത്ര ലെങ്ത്ത് വേണം, ഇതൊക്കെ യൂസറാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി എനി ലെങ്ത്ത് അല്ലേ. അപ്പോൾ ഇറ്റ് മേ ബി ക്വൈറ്റ് ലാർജ് ഇനഫ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ലാർജ് ADT വരുമ്പം അവിടെ എന്ത് ചെയ്യും? സ്പെഷ്യൽ സ്റ്റോറേജ് വേണം. അങ്ങനെ വലിയ ADTs അല്ലെങ്കിൽ വലിയ ഡാറ്റ ടൈപ്സ്, കോംപ്ലക്സ് ഡാറ്റ ടൈപ്സ് വരുമ്പം സ്പെഷ്യൽ സ്റ്റോറേജ് വേണം. ഇറ്റ് ഈസ് പോസിബിൾ ടു സ്റ്റോർ ദം ഓൺ ഡിഫറെൻറ്റ് ലൊക്കേഷൻസ് ഓൺ ഡിസ്ക് ഫ്രം ദ ടപ്പിൾസ് ദറ്റ് കണ്ടെയ്ൻ ദം. അതായത് ഡയറക്റ്റ് ടപ്പിളിൽ സേവ് ചെയ്യാതെ ടപ്പിളിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു ലിങ്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഡെക്സോ കൊടുത്തിട്ട് വേറെ ലൊക്കേഷനിൽ പോയിട്ട് സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് ഒരു വഴി എന്ന് പറയുന്നത്. ടു സ്റ്റോർ ദം ഓൺ ഡിഫറെൻറ്റ് ലൊക്കേഷൻസ് ഓൺ ഡിസ്ക്. ആ ഡിസ്കിൽ തന്നെ പല ലൊക്കേഷനിലായിട്ട് സ്റ്റോർ ചെയ്യുക, എന്നിട്ട് അതിനെ എന്ത് ചെയ്യുക? ഈ ടപ്പിളിലേക്ക് ലിങ്ക് ചെയ്യിപ്പിക്കുക. അതിൻ്റെ എക്സാമ്പിളാണ് ബ്ലോബ്സ് എന്നൊക്കെ പറയുന്നത്. ബൈനറി ലാർജ് ഒബ്ജക്റ്റ്, ഇമേജ്, ഓഡിയോ, അതിൻ്റെയൊക്കെ കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, ഇനി സ്ട്രക്ചേർഡ് ഒബ്ജക്ട്സ് ആണെങ്കിലും എന്ത് തന്നെയാണ്? ലാർജ് തന്നെയാണ്. പക്ഷേ ADT ഒബ്ജക്റ്റ് പോലെയല്ല, വാരി ഇൻ സൈസ് ഡ്യൂറിങ് ദ ലൈഫ് ടൈം ഓഫ് എ ഡാറ്റാബേസ്. ഡാറ്റാബേസ് മാറിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഡാറ്റാസ് മാറിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ഈ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത്, സ്ട്രക്ചേർഡ് ഒബ്ജക്റ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് കൂടിയും കുറഞ്ഞും ഇരിക്കും, വാരി ചെയ്തിരിക്കും. അതാണ് ADTയുടെ പ്രത്യേകത. ഇനി അപ്പോൾ ഇതാണ് ഒരു
ഇംപ്ലിമെൻറ്റേഷൻ ഇഷ്യൂ. നമ്മൾ ORDBMS വരുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഹൗ ടു സ്റ്റോർ ആൻഡ് ആക്സസ് ദ കോംപ്ലക്സ് ഓർ സ്ട്രക്ചേർഡ് ഒബ്ജക്ട്സ് ദാറ്റ് വി ആർ യൂസ്ഡ് ഇൻ ORDBMS. ഒബ്ജക്റ്റ് റിലേഷണൽ ഡാറ്റാബേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പിനെ എങ്ങനെ സ്റ്റോർ ചെയ്യും, എങ്ങനെ ആക്സസ് ചെയ്യും എന്നുള്ളതാണ് ഒരു ഇഷ്യൂ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ഒരു ഇഷ്യൂ ആണ് ക്വറി പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ക്വറി പ്രോസസ്സിങ്ങിൽ എന്തൊക്കെ വരുന്നുണ്ട്? നമ്മൾ പറഞ്ഞു ADTസും സ്ട്രക്ചേർഡ് ടൈപ്സും അതൊക്കെ പുതിയ പുതിയ ടൈപ്പ് ഓഫ് ഡാറ്റയാണ്. അപ്പോൾ നമ്മൾ സാധാരണ SQLൽ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ നെയിം എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടില്ല? ഡാറ്റാസ് കിട്ടില്ല. കാരണം ഇറ്റ് ക്യാൻ ബി മൾട്ടി വാല്യൂഡ്, ഇറ്റ് ഈസ് ഡിവിസിബിൾ അല്ലേ. നമ്മൾ നോൺ ആറ്റമിക് ഡാറ്റാസിനെയാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് വ്യത്യാസം വരും. നമ്മൾ കണ്ടീഷൻ കൊടുത്തിട്ട് സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് വേർ ID ഈക്വൽ ടു അല്ലെങ്കിൽ വേർ മാർക്ക് ഈക്വൽ ടു വേർ റോൾ നമ്പർ ഈക്വൽ ടു എന്നൊന്നും പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ എന്ത് കിട്ടില്ല? ഡാറ്റാസ് കിട്ടില്ല. ആ ഡാറ്റയല്ല നമുക്ക് വേണ്ട, കോംപ്ലക്സ് ഡാറ്റയാണ് നമുക്ക് റിട്രീവ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡാറ്റാബേസിൽ കുറേ ക്വറീസ് പഠിച്ചിട്ടുണ്ട് കേട്ടോ. അതല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് ജനറലി ORDBMS റിലേഷണൽ ഡാറ്റാബേസിനെയും ഒബ്ജക്റ്റ് ഡാറ്റാബേസ് കോൺസെപ്റ്റ്സിനെയും ഇൻക്ലൂഡ് ചെയ്തിട്ട് ORDBMS എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു കോൺസെപ്റ്റാണ് നമ്മളിവിടെ പറയുന്നത്. ആ ORDBMSൽ എങ്ങനെ ക്വറീനെ പ്രോസസ്സ് ചെയ്യും എന്നുള്ളതാണ് ഇഷ്യൂ ആയിട്ട് വരുന്നത്. ഓക്കെ, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡാറ്റാബേസിലെ ക്വറി പ്രോസസ്സിങ് നമ്മൾ പഠിച്ചു അല്ലേ. എന്തായിരുന്നു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡാറ്റാബേസിലെ ക്വറി? OQL പഠിച്ചു അല്ലേ. OQL എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ക്വറി ലാംഗ്വേജ് ആണ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ക്വറി ലാംഗ്വേജ് ആണ്. SQL എന്ന് പറയുന്നത് ഒരു RDBMSൽ നമ്മൾ യൂസ് ചെയ്യുന്ന ക്വറി ലാംഗ്വേജ് ആണ്. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് വേണം നമുക്കിവിടെ ഉപയോഗിക്കാൻ. അവിടെ വരുന്ന ഇഷ്യൂ ആണ് പറയുന്നത് നമുക്ക് സ്റ്റോർ ചെയ്യാനും ആക്സസ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ക്വറി പ്രോസസ്സിങ്ങും ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നത്. ഓക്കെ, they also change a number of assumptions that affect the efficiency of queries. അതായത് നമ്മൾ യൂസറാണ് ഇവിടെ ഡാറ്റ ടൈപ്പിനെ ഡിഫൈൻ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അസ്യൂംഷൻസും അവിടെ എന്ത് ചെയ്യാം? മാറ്റാം അല്ലേ. ഓരോ ഡാറ്റയ്ക്ക് ഓരോരോ ക്യാരക്ടറിസ്റ്റിക്സ് വേണമെങ്കിൽ വരുത്താം. അപ്പോൾ അതൊക്കെ യൂസറിൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ക്വറിയുടെ എഫിഷ്യൻസി എത്രത്തോളം ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ രണ്ട് ഫങ്ഷണാലിറ്റി ഇഷ്യൂസാണ് ഈ ക്വറി പ്രോസസ്സിങ്ങിൽ വരുന്ന രണ്ട് ടൈപ്പ് ഇഷ്യൂ ആണ്. ഒന്ന് യൂസർ ഡിഫൈൻഡ് അഗ്രിഗേറ്റ്സ് ആൻഡ് സെക്യൂരിറ്റിയും, രണ്ടാമത്തത് മെത്തേഡ് കാഷിംഗ് ആൻഡ് പോയിൻ്റർ സ്വിസ്ലിങ്ങും. അതിലാദ്യം വരുന്ന ടോപ്പിക്കാണ് യൂസർ ഡിഫൈൻഡ് അഗ്രിഗേഷൻ ഫങ്ഷൻസ്. അതായത് നമ്മൾ പറഞ്ഞു അഗ്രിഗേറ്റ് ഫങ്ഷൻസ് എന്താണെന്ന് നമ്മൾ SQLൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. അഗ്രിഗേറ്റ് ഫങ്ഷൻസ് എന്താ? സം, മിനിമം, മാക്സിമം, ആവറേജ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 5 ടൈപ്പ് ഓഫ് അഗ്രിഗേറ്റ് ഫങ്ഷൻസ് പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ORDBMSൽ പറയുമ്പം എവറി ഡാറ്റ ടൈപ്പ് അല്ലെങ്കിൽ എവറി ഫങ്ഷൻസ് ആർ യൂസർ ഡിഫൈൻഡ് അല്ലേ. അപ്പോൾ യൂസറിന് എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ നമുക്ക് അഗ്രിഗേറ്റ് ഫങ്ഷൻസിനെ വേണമെങ്കിൽ അഗ്രിഗേറ്റ് ഫങ്ഷൻസിനെ നമുക്ക് എന്ത് ചെയ്യാം? യൂസറിന് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, മോസ്റ്റ് ORDBMS അലോസ് യൂസേഴ്സ് ടു രജിസ്റ്റർ ന്യൂ അഗ്രിഗേറ്റ് ഫങ്ഷൻസ് വിത്ത് ദ സിസ്റ്റം. പുതിയ അഗ്രിഗേറ്റ് ഫങ്ഷൻസിനെ ഡിഫൈൻ ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട്. എന്തൊക്കെ ശ്രദ്ധിക്കണം? ടു രജിസ്റ്റർ ആൻ അഗ്രിഗേറ്റ് ഫങ്ഷൻ, ഒരു അഗ്രിഗേറ്റ് ഫങ്ഷൻ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസർ മസ്റ്റ് ഇംപ്ലിമെൻറ്റ് 3 മെത്തേഡ്സ്, 3 മെത്തേഡ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ഇനീഷ്യലൈസ്, ഐട്രേറ്റ് ആൻഡ് ടെർമിനേറ്റ്. 3 മെത്തേഡ്സ് അവിടെ എന്ത് ചെയ്യണം? ഡിഫൈൻ ചെയ്യണം, ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഓക്കെ, ഇനീഷ്യലൈസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇനീഷ്യലൈസസ് ദ ഇൻറ്റേർണൽ സ്റ്റേറ്റ് ഫോർ ദി അഗ്രിഗേഷൻ. അഗ്രിഗേഷൻ തുടങ്ങുമ്പം ആ അഗ്രിഗേറ്റ് ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്താണെന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് ഇനീഷ്യലൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഐട്രേറ്റ് മെത്തേഡ് അപ്ഡേറ്റ് ദാറ്റ് സ്റ്റേറ്റ് ഫോർ എവറി ടപ്പിൾ സീൻ. നമ്മൾ പറഞ്ഞു എന്താണ് അഗ്രിഗേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മൊത്തം റിലേഷനിലും വർക്ക് ചെയ്യുന്ന ഫംഗ്ഷനാണ്. ഇപ്പോൾ സം, ഇപ്പോൾ ഒരു കോളത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഫീൽഡിൻ്റെ സമ്മ് കാണുക എന്ന് പറഞ്ഞാൽ അത് ഓരോ ടപ്പിളിലും അതെന്ത് ചെയ്യണം? ട്രാവേഴ്സ് ചെയ്യണം, എന്നാലാണ് അതിൻ്റെ സമ്മ് കിട്ടുള്ളൂ. അപ്പോൾ ഓരോ ടപ്പിളും ചെന്നിട്ട് ആഡ് ചെയ്തിട്ടാണ് അഗ്രിഗേറ്റ് ഫംഗ്ഷൻ ആയിരിക്കുന്നത്. അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ മൊത്തം റിലേഷനിൽ എല്ലാ ടപ്പിൾസിനെയും ട്രാവേഴ്സ് ചെയ്ത് അല്ലെങ്കിൽ എല്ലാ ടപ്പിൾസിനെയും റിലേറ്റ് ചെയ്ത് കിട്ടുന്നതാണ് അഗ്രിഗേറ്റ് ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ ഇവിടെ ഐട്രേറ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഓരോ ടപ്പിളും റീച്ച് ചെയ്യുമ്പം അവിടെ എന്ത് ഫംഗ്ഷൻ നടക്കണം എന്നുള്ളതാണ് ഐട്രേറ്റ് എന്ന് പറഞ്ഞ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ആഡ് എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ സം എന്ന് പറഞ്ഞിട്ടുള്ള അഗ്രിഗേറ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ അവിടെ ഓരോ ടപ്പിളെത്തിയാലും അതിൽ റിക്വയേർഡ് ഫീൽഡ് എന്താണെങ്കിൽ ആ ഫീൽഡ് സമ്മിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതാണ് അവിടെ നടക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് എന്ത് ഐട്രേറ്റ് മെത്തേഡ്സ് ദാറ്റ് അപ്ഡേറ്റ്സ് ദ സ്റ്റേറ്റ് ഓഫ് ഡാറ്റ
ഫോർ എവറി ടപ്പിൾ സീൻ. ഡാറ്റയുടെ സ്റ്റേറ്റിനെ അല്ലെങ്കിൽ ഡാറ്റയുടെ വാല്യൂവിനെ എന്ത് ചെയ്യുന്നു, അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡാണ് ഐട്രേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ തേർഡ് വണ്ണാണ് ടെർമിനേറ്റ് മെത്തേഡ്. ടെർമിനേറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ, ടെർമിനേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മുടെ എല്ലാ ടപ്പിളും ട്രാവേഴ്സ് ചെയ്ത് കഴിഞ്ഞു, നമുക്ക് വേണ്ട ഡാറ്റ കിട്ടി, നമ്മൾ അഗ്രിഗേറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് വേണ്ട ഡാറ്റ കിട്ടി എന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ ഇനി സ്റ്റോപ്പ് വർക്കിംഗ് ആണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, നമ്മുടെ കയ്യിലിരിക്കുന്നത് അപ്പോൾ സമ്മാണെങ്കിൽ സമ്മാണ് നമ്മുടെ കയ്യിലുണ്ടാവുക അല്ലേ. ദ കമ്പ്യൂട്ട്സ് ദ അഗ്രിഗേഷൻ റിസൾട്ട് ബേസ്ഡ് ഓൺ ദ ഫൈനൽ സ്റ്റേറ്റ് ആൻഡ് ദെൻ ക്ലീൻസ് അപ്പ്. ആ ഫൈനൽ വാല്യൂ നമ്മുടെ കയ്യിലിരിക്കുന്നത് എന്താണോ അതിനെ ബേസ് ചെയ്തിട്ട് അഗ്രിഗേറ്റ് ഫംഗ്ഷനിൽ അല്ലെങ്കിൽ അഗ്രിഗേഷൻ റിസൾട്ട് നമ്മൾ ഉണ്ടാക്കുന്നു. നമ്മൾ എന്താണോ വർക്ക് ചെയ്യേണ്ടത് അതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ഉണ്ടാക്കുന്നു. അതാണ് ടെർമിനേറ്റ് മെത്തേഡിൽ. നമ്മളുടെ കയ്യിലിരിക്കുന്ന ലാസ്റ്റ് വാല്യൂ എന്താണെങ്കിൽ അതിനെ ബേസ് ചെയ്ത് ഏത് ടൈപ്പ് അഗ്രിഗേറ്റ് ഫംഗ്ഷൻ ആണോ ഉണ്ടാക്കണേ, ഇപ്പോൾ ആവറേജ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ടെങ്കിൽ ഐട്രേറ്റ് ഫംഗ്ഷനിൽ നമ്മൾ ഐട്രേറ്റ് ചെയ്ത് ലാസ്റ്റ് റോ വരെയുള്ള എല്ലാം എന്ത് ചെയ്തിട്ടുണ്ടാവും, സം ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലേ. ആ സമ്മിലേക്ക് എന്ത് ചെയ്യണം, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടപ്പിൾസ് ചെയ്താൽ എന്താവുക, ആവറേജ് ആവുക. അപ്പോഴാണ് അവിടെ ആവറേജ് എന്ന് പറഞ്ഞിട്ടുള്ള അഗ്രിഗേറ്റ് ഫംഗ്ഷൻ കംപ്ലീറ്റ് ആവുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട് വെച്ചിട്ട് നമ്മൾ എന്താണോ ഔട്ട്പുട്ട് കിട്ടേണ്ടത് ആ ഔട്ട്പുട്ടിനെ കമ്പ്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് ദെൻ ക്ലീൻസ് അപ്പ്. എന്നിട്ട് നമ്മൾ ഈ സമ്മ് കണ്ടുപിടിച്ചതും അതുവരെയുള്ള വാല്യൂസൊക്കെ ക്ലീൻ ചെയ്യും. നമുക്ക് ഇനി എന്ത് മാത്രം മതി, ആ ലാസ്റ്റ് കിട്ടിയ ഫൈനൽ റിസൾട്ട് മാത്രം മതി. ഓക്കെ, അത്രയാണ് ടെർമിനേറ്റ് മെത്തേഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ 3 മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അഗ്രിഗേറ്റ് ഫങ്ഷൻസ് യൂസർ ഡിഫൈൻഡ് ആയിട്ട് ചെയ്യുക. ഓക്കെ, ആസ് ആൻ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാൻ പോവാണ്. ടു കമ്പ്യൂട്ട് ദ സെക്കൻഡ് ഹയസ്റ്റ് വാല്യൂ ഇൻ ദ ഫീൽഡ്. സെക്കൻഡ് ഹയസ്റ്റ് വാല്യൂ ഇനീഷ്യലൈസ് കോൾ വുഡ് അലോക്കേറ്റ് സ്റ്റോറേജ് ഫോർ ദ ടോപ്പ് 2 വാല്യൂസ്. നമുക്ക് സെക്കൻഡ് ഹയസ്റ്റ് വാല്യൂ ആണ് കിട്ടേണ്ടത് അല്ലേ. അപ്പോൾ 2 വാല്യൂ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം കമ്പയർ ചെയ്യാൻ, ഹയസ്റ്റും സെക്കൻഡ് ഹയസ്റ്റും. അതാണ് ഏറ്റവും ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന റിസൾട്ട്. ഹയസ്റ്റ് വാല്യൂയും സെക്കൻഡ് ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നതാണ് കയ്യിൽ റിസൾട്ട് ഉണ്ടാവുക. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് 2 ടപ്പിൾസിൻ്റെ വാല്യൂ അസൈൻ ചെയ്ത് വയ്ക്കും, സെക്കൻഡ് ഹയസ്റ്റ് ആൻഡ് ഹയസ്റ്റ് ആയിട്ട്. സെക്കൻഡ് ഹയസ്റ്റിൽ ചെറുതും ഹയസ്റ്റിൽ വലുതുമായിട്ട് 2 വാല്യൂസ് അലോക്കേറ്റ് ചെയ്യും. അതാണ് പറയുന്നത് അലോക്കേറ്റ് സ്റ്റോറേജ് ഫോർ ദ ടോപ്പ് 2 വാല്യൂസ്. പിന്നെ ഐട്രേറ്റ് കോൾ എന്താ ചെയ്യുക, ഇറ്റ് കുഡ് കമ്പയർ ദ കറൻറ്റ് ടപ്പിൾസ് വാല്യൂ വിത്ത് ദ ടോപ്പ് 2 ആൻഡ് അപ്ഡേറ്റ് ദ ടോപ്പ് 2 ആസ് നെസസറി. എന്തായിരുന്നു, നമ്മുടെ കയ്യിലുള്ള കറൻറ്റ് ടപ്പിൾ, അതായത് ഇപ്പോൾ തേർഡ് ടപ്പിളിലേക്കാണ് വന്നത്. തേർഡ് ടപ്പിളിൻ്റെ വാല്യൂ ഫസ്റ്റ് 2 ടപ്പിൾസിൻ്റെ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യും. ഫസ്റ്റ് ഐട്രേഷനിൽ ടോപ്പ് 2 ടപ്പിൾസിൻ്റെ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്ത് എന്തെങ്കിലും അപ്ഡേഷൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് അവരുടെ കയ്യിലുള്ളതിനെക്കാട്ടിലും ആ ടോപ്പ് 2 ടപ്പിൾസിനെക്കാട്ടിലും ഹയസ്റ്റ് ആണ് തേർഡ് ടപ്പിൾ എന്നുണ്ടെങ്കിൽ അത് ഏതിലേക്കാണോ അസൈൻ ചെയ്യേണ്ടത്, സെക്കൻഡ് ഹയസ്റ്റിലേക്കാണോ അതോ ഹയസ്റ്റിലേക്കാണോ അസൈൻ ചെയ്യേണ്ടത് വെച്ചാൽ അതവിടെ എന്ത് ചെയ്യും, സ്വാപ്പ് ചെയ്ത് വയ്ക്കും. ഓക്കെ, അപ്പോഴും നമ്മുടെ കയ്യിൽ എന്തുണ്ട്, 2 വാല്യൂസ് ഉണ്ട്, ഹയസ്റ്റും സെക്കൻഡ് ഹയസ്റ്റും. അത് നെക്സ്റ്റ് ഐട്രേഷൻ വരുമ്പോൾ അടുത്ത ടപ്പിളിലെ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യും. അങ്ങനെ കമ്പയർ ചെയ്ത് അവസാനം ഏറ്റവും ടോപ്പ് വാല്യൂവും അതിൻ്റെ തൊട്ട് താഴെയുള്ള സെക്കൻഡ് ഹയസ്റ്റ് വാല്യൂ ആയിരിക്കും നമ്മളുടെ കയ്യിലുണ്ടാവുക. അപ്പോഴാണ് എന്ത് വരുന്നത്, ടെർമിനേറ്റ് മെത്തേഡ്. ടെർമിനേറ്റ് മെത്തേഡ് എന്ത് ചെയ്യും, ഇറ്റ് വുഡ് ഡിലീറ്റ് ദ സ്റ്റോറേജ് ഫോർ ദ ടോപ്പ് 2 വാല്യൂസ് റിട്ടേണിങ് എ കോപ്പി ഓഫ് സെക്കൻഡ് ഹയസ്റ്റ് വാല്യൂ. നമ്മുടെ കയ്യിലിരിക്കുന്ന സെക്കൻഡ് ഹയസ്റ്റ് വാല്യൂവിൻ്റെ ഒരു കോപ്പീനെ റിട്ടേൺ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ആ ടോപ്പ് 2 വാല്യൂസ് സ്റ്റോർ ചെയ്യേണ്ട ആ സ്റ്റോറിങ് എന്ത് വേണ്ട, മെമ്മറി എന്ത് വേണ്ട, ആവശ്യമില്ല. അപ്പോൾ ആ മെമ്മറീനെ ഫ്രീ ആക്കി വിടും. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള റിസൾട്ടിനെ കാണിച്ചു കൊടുത്തിട്ട് റിട്ടേൺ ചെയ്തിട്ട് അവിടെയുള്ള മെമ്മറി സ്പേസിനെ ഫ്രീ ആക്കി വിടും. ആണ് ടെർമിനേറ്റ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് യൂസർ ഡിഫൈൻഡ് അഗ്രിഗേറ്റ് ഫങ്ഷൻസിൽ വരുന്നത്. Since users are allowed to do the new methods for their IDTs, it is not unreasonable to expect them to want to be new aggregate functions for their IDT as well. അതായത് ഇപ്പോൾ കൗണ്ട്, സം, മിൻ, മാക്സ് ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ യൂസർ ഡിഫൈൻ ചെയ്തോളണം എന്നില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞ സെക്കൻഡ് ഹയസ്റ്റ് വാല്യൂവിൽ ഒരു കറക്റ്റ് ലോജിക് ഉണ്ട്, എന്താ പറയുക, എന്തൊക്കെ വേണം എന്നുള്ളതുണ്ട്, ഐഡിയാസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇതുപോലെ തന്നെ ഓരോ യൂസറും ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ യൂസർ ഡിഫൈൻഡ് അഗ്രിഗേറ്റ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ എന്ത് തന്നെയാണ്, ഒരു ഇഷ്യൂ തന്നെയാണ്. ഓക്കെ,
അതാണ് ഇവിടെ പറയുന്നത്. ഇനി നെക്സ്റ്റ് വണ്ണാണ് മെത്തേഡ് സെക്യൂരിറ്റി. മെത്തേഡ് സെക്യൂരിറ്റിയിൽ എന്താ പറയുന്നത്? നമ്മൾ എഴുതുന്ന മെത്തേഡ് സെക്യൂർ ആണോ? ADTs give users the power to add code to the DBMS. അതായത് നമ്മൾ ഡാറ്റാബേസിലേക്ക് നമ്മൾ അബ്സ്ട്രാക്റ്റ് ഡാറ്റ ടൈപ്പ് അല്ലെങ്കിൽ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് എന്നൊക്കെ പറയുമ്പം അവിടെ ഇപ്പോൾ ഈ അബ്സ്ട്രാക്റ്റ് മെത്തേഡ് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അല്ലേ? ഡെഫിനിഷൻ മാത്രമേ അവിടെ ഡിക്ലറേഷൻ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ഡെഫിനിഷൻ ആരാണ് ചെയ്യുന്നത്? യൂസറാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു അബ്സ്ട്രാക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ അബ്സ്ട്രാക്റ്റ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുമ്പോഴും അവിടെ എന്തുണ്ട്? അവിടുത്തെ ഫങ്ഷൻസ് എല്ലാം ഡിഫൈൻ ചെയ്യുന്നത് ആരാണ്? യൂസറാണ് അല്ലേ? അപ്പോൾ DBMSലേക്ക് അതിൻ്റെ പ്രോസസ്സിങ്ങിലേക്ക് അതിൻ്റെ കോഡിംഗ് സിസ്റ്റത്തിലേക്ക് കോഡ് ചെയ്യാൻ യൂസറിനെ അനുവദിച്ചു കൊടുക്കുകയാണ് അവിടെ DBMS ചെയ്യുന്നത്. യൂസറിന് ഇഷ്ടമുള്ള പോലെ മെത്തേഡിനെ ഡിഫൈൻ ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് എത്തുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനൊരു പവർ നമ്മൾ യൂസറിന് കൊടുക്കുമ്പം എന്ത് ചെയ്യും? ദിസ് പവർ ക്യാൻ ബി മേ ബി അബ്യൂസ്ഡ്. ഇങ്ങനെയുള്ളൊരു പവറിനെ അവർ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം എന്തു ചെയ്യും? ചില ഇൻട്രൂഡേഴ്സൊക്കെ വന്നിട്ട് ആ ഫംഗ്ഷനിൽ ആവശ്യമില്ലാത്ത കോഡുകളൊക്കെ എഴുതി ചേർത്തു, അല്ലെങ്കിൽ സീരിയസ് ഡാറ്റാസ് ആക്സസ് ചെയ്യുന്ന കോഡുകൾ, മാർക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ബാങ്ക് ബാലൻസ് എത്ര ഉണ്ട്, ബാങ്ക് അക്കൗണ്ട് നമ്പർ എത്ര ഉണ്ട്, ഇതൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന കോഡുകൾ ഓരോ ഫംഗ്ഷനിലും എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പം അവർക്ക് എന്ത് കിട്ടും? ഇങ്ങനെയുള്ള സീരിയസ് ആയിട്ടുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള ഡാറ്റാസ് യൂസറിന് അല്ലെങ്കിൽ ആ പ്രോഗ്രാമർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതൊരു വലിയ ഇഷ്യൂ ആണ് മെത്തേഡ് സെക്യൂരിറ്റിയിൽ. എ ബഗ്ഗി ഓർ മലീഷ്യസ് ADT മെത്തേഡ് can bring down the database server or even corrupt the database. Bring down എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് കുറയ്ക്കാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ഓവറായിട്ടുള്ള കോഡിങ് കൊടുക്കുക, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് വിളിക്കുക, ഫംഗ്ഷൻ്റെ ഉള്ളിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള വർക്കിംഗ് കൊടുക്കുക. അപ്പോൾ ഒരുപാട് നേരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ആവശ്യമില്ലാത്ത കുറേ കോഡിങ്ങുകൾ കൊടുക്കുക. അപ്പോൾ ഡാറ്റാബേസ് എന്ത് ചെയ്യും? ഹാങ്ങപ്പ് ആവും. അപ്പോൾ ആർക്കും ആ ഒരു സൈറ്റ് ആക്സസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. ഇതൊക്കെ ഇൻട്രൂഡേഴ്സ് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പം കോഡിങ് അറിയുന്ന ഇൻട്രൂഡേഴ്സ് ആണെങ്കിൽ ഇതൊക്കെ നിഷ്പ്രയാസം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ എന്താണ്? മെത്തേഡ് സെക്യൂരിറ്റിയിൽ വരുന്ന പ്രശ്നങ്ങളാണ്. ഓർ ഈവൻ കറപ്റ്റ് ദ ഡാറ്റാബേസിനെ കറപ്റ്റ് ആക്കാൻ വരെ അല്ലെങ്കിൽ ഡാറ്റനെ ചേഞ്ച് ചെയ്യാൻ വരെ ഇതിൽ പറ്റും. The DBMS must have mechanisms to prevent buggy or malicious user code from causing problems. അപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. DBMSൽ അതിൻ്റേതായിട്ടുള്ള കോഡുകൾ വേണം. പിന്നെ നെക്സ്റ്റ് വണ്ണാണ് മെത്തേഡ് കാഷിംഗ്. യൂസർ ഡിഫൈൻഡ് ADT മെത്തേഡ്സ് ക്യാൻ ബി വെരി എക്സ്പെൻസീവ് ടു എക്സിക്യൂട്ട് ആൻഡ് ക്യാൻ അക്കൗണ്ട് ഫോർ ദ ബൾക്ക് ഓഫ് ദ ടൈം സ്പെൻഡിങ് പ്രോസസ്സിങ് എ query. During a query processing, it may make sense to cache the results of methods. അതായത് ഈ മെത്തേഡ്സിൻ്റെ റിസൾട്ടിനെ ക്യാഷ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു നല്ല ഐഡിയ ആണ്. ഇൻ കേസ് ദേ ആർ ഇൻവോക്ഡ് മൾട്ടിപ്പിൾ ടൈംസ് വിത്ത് ദ സെയിം ആർഗ്യുമെൻറ്റ്. അപ്പോൾ രണ്ടോ അതിലധികമോ തവണ ആ ഒരു റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ക്വറി പ്രോസസ്സ് ചെയ്യുക അല്ലെങ്കിൽ ക്വറി എഴുതുക, എക്സിക്യൂട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വെരി എക്സ്പെൻസീവാണ്. യൂസർ ഡിഫൈൻഡ് ADT ആയതുകൊണ്ട് തന്നെ ഒരു ക്വറി വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ എക്സ്പെൻസീവും ടൈം ടേക്കിങ്ങും ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ക്വറി പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് ഇറ്റ് മേ മേക്ക് സെൻസ് ടു ക്യാഷ് ദ റിസൾട്ട്സ് ഓഫ് മെത്തേഡ്സ്. ആ മെത്തേഡ്സിൻ്റെ റിസൾട്ട് എന്ത് ചെയ്യുക? ക്യാഷ് ചെയ്ത് വയ്ക്കുക. അതായത് ജസ്റ്റ് സ്റ്റോർ ചെയ്ത് വയ്ക്കുക, ടെമ്പററി സ്റ്റോർ ചെയ്ത് വയ്ക്കുക. ഇൻ കേസ് ദേ ആർ ഇൻവോക്ഡ് മൾട്ടിപ്പിൾ ടൈംസ് വിത്ത് ദ സെയിം ആർഗ്യുമെൻറ്റ്. കുറേ തവണ പിന്നെയും അതേ ക്വറി തന്നെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ റിസൾട്ട് അവിടെ ഉണ്ടല്ലോ. An alternative is to maintain a cache of method inputs and matching outputs as a table in the database. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയാണ് എന്ത്? ഡാറ്റാബേസിൽ ഒരു ടേബിളിൻ്റെ രൂപത്തിൽ മെത്തേഡ്സിൻ്റെ ഇൻപുട്ടിനെയും ഔട്ട്പുട്ടിനെയും സ്റ്റോർ ചെയ്ത് വയ്ക്കാം. നമ്മൾ കൊടുക്കുന്ന ഫങ്ഷൻസ്, നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന യൂസർ ഡിഫൈൻ ചെയ്യുന്ന ഫങ്ഷൻസിൻ്റെ ഇൻപുട്ടിനെയും ഔട്ട്പുട്ടിനെയും ഒരു ടേബിളിൻ്റെ രൂപത്തിൽ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. Then to find the value of a method on particular inputs, we essentially join the input tuples with the cache table. എന്ത് ചെയ്താൽ മതി? അപ്പോൾ ഒരു ഇൻപുട്ട് യൂസർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ ഇൻപുട്ട് ഈ ക്യാഷ് ടേബിളിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ആ ഇൻപുട്ട് അവിടെ ഓൾറെഡി ഉണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും? അവർക്ക് കിട്ടും, നമുക്ക് കിട്ടും. ഓക്കെ, അതാണ് ഒരു മെത്തേഡ്. These two approaches can also be combined. ഇങ്ങനെ രണ്ട് അപ്രോച്ചസ്, രണ്ടിനെയും മെത്തേഡ് കാഷിങ്ങും അതുപോലെ തന്നെ മെത്തേഡ് സെക്യൂരിറ്റി, ഇത് രണ്ടിനെയും ഒന്നിച്ച് കമ്പൈൻ ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വണ്ണാണ് ക്വറി ഒപ്റ്റിമൈസേഷൻ. അതിൽ വരുന്ന ചലഞ്ച് എന്താ? ന്യൂ ഇൻഡെക്സസ് ആൻഡ് ക്വറി പ്രോസസ്സിംഗ് ടെക്നിക്സ് ഇൻക്രീസ് ദ ഓപ്ഷൻസ് ഫോർ ക്വറി ഒപ്റ്റിമൈസേഷൻ. അതായത്
പുതിയ ഇൻഡെക്സുകൾ വരിക, അല്ലെങ്കിൽ പുതിയ പുതിയ ക്വറി പ്രോസസ്സിംഗ് ടെക്നിക്സ് എമേർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ഫീൽഡിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നതും ഓപ്ഷൻസ് കൂടി വരിക, നമ്മൾ ചെയ്തതൊന്നും പോരാതെ വന്നുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ദ ചലഞ്ച് ഈസ് ദാറ്റ് ദ ഒപ്റ്റിമൈസർ മസ്റ്റ് നോ ടു ഹാൻഡിൽ ആൻഡ് യൂസ് ദ ക്വറി പ്രോസസ്സിംഗ് ഫങ്ഷനാലിറ്റി പ്രോപ്പർലി. ഇത് ഒപ്റ്റിമൈസ് ചെയ്യാൻ അറിയണമെന്നുണ്ടെങ്കിൽ ക്വറി എങ്ങനെ വർക്ക് ചെയ്യുന്നുവെന്നും ക്വറീനെ നമുക്ക് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാമെന്നും അറിഞ്ഞിരിക്കണം, അല്ലേ? അല്ലാതെ വെറുതെ ഇതൊന്നും അറിയാതെ വന്നിട്ട് നമുക്ക് കോഡിനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ക്വറി എന്താണ്, ലാംഗ്വേജ് എന്താണ്, ഇത് എന്ത് ഇൻപുട്ട് കൊടുത്താൽ ഏത് ക്വറി കൊടുത്താൽ എങ്ങനെ ഔട്ട്പുട്ട് കിട്ടും എന്നൊക്കെ നല്ലോണം അറിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്വറിയെ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എന്താണ്? വൈൽ കൺസ്ട്രക്റ്റിംഗ് എ ക്വറി പ്ലാൻ ആൻ ഒപ്റ്റിമൈസർ മസ്റ്റ് ബി ഫെമിലിയർ ടു ദ ന്യൂലി ആഡഡ് ഇൻഡെക്സ് സ്ട്രക്ചേഴ്സ്. നമ്മൾ പുതിയതായിട്ട് കൊടുത്തിരിക്കുന്ന സ്ട്രക്ചേഴ്സിന് അല്ലെങ്കിൽ ഡാറ്റേനെ ഈ ഒപ്റ്റിമൈസർ നല്ലോണം പഠിച്ച് അതിനെക്കുറിച്ച് നല്ല അറിവുണ്ടായിരിക്കുക, നല്ല ഫെമിലിയർ ആയിരിക്കുക. അതാണ് ആകെയുള്ളൊരു വഴി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫോർ എ ഗിവൺ ഇൻഡെക്സ് സ്ട്രക്ചർ ഒപ്റ്റിമൈസറിന് എന്തൊക്കെ അറിയണം? അപ്പോൾ നമ്മൾ പറഞ്ഞു ഫെമിലിയർ ആവുക എന്ന് പറഞ്ഞു. എന്തൊക്കെ ഫെമിലിയർ ആവണം? വേർ ക്ലോസ് കണ്ടീഷൻസ് മാച്ച്ഡ് ബൈ ദാറ്റ് ഇൻഡെക്സ്. ആ ഒരു ക്വറിയിൽ അല്ലെങ്കിൽ ആ ഒരു ഇൻഡെക്സിൽ വേർ ക്ലോസിൽ വരുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണ്, അതിൽ മാച്ച് ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാണ്, മാച്ച് ചെയ്യാത്തത് എന്തൊക്കെയാണ്, വേർ ക്ലോസിൽ എന്താണ് കണ്ടീഷൻസിൽ നമ്മൾ കൊടുക്കുക. പിന്നെ കോസ്റ്റ് ഓഫ് ഫെച്ചിങ് എ ടപ്പിൾ ഫോർ ദാറ്റ് ഇൻഡെക്സ്. ആ ഒരു റോ ഇൻഡെക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ടപ്പിളിനെ എടുക്കണം എന്നുണ്ടെങ്കിൽ അതിൽ വരുന്ന കോസ്റ്റ് എന്താണ് എന്നുള്ളതും മനസ്സിലാക്കി ഇരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്, ഇഷ്യൂസ് ഇൻ ഇംപ്ലിമെൻറ്റിങ് ORDBMS നമ്മൾ പറഞ്ഞത്. എന്തായിരുന്നു പറഞ്ഞത്? സ്റ്റോറേജ് ആൻഡ് ആക്സസ് മെത്തേഡ്സ്, ലാർജ് ADT അല്ലെങ്കിൽ സ്ട്രക്ചർ ടൈപ്പ് എങ്ങനെ സ്റ്റോർ ചെയ്യും എന്നുള്ളത്, ക്വറി പ്രോസസ്സിങ്ങിൽ വരുന്നതാണ് അഗ്രിഗേറ്റ് ഫങ്ഷൻസ് യൂസർ ഡിഫൈൻഡ് ആക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ, മെത്തേഡിനെ സെക്യൂർ ആക്കാനുള്ള പ്രശ്നങ്ങൾ, പിന്നെയോ മെത്തേഡിനെ ക്യാഷ് ചെയ്യുക എങ്ങനെയാണെന്നുള്ള മെത്തേഡ്, പിന്നെ ക്വറി ഒപ്റ്റിമൈസേഷനിൽ നമ്മൾ എന്തായാലും ക്വറി പ്രോസസ്സിങ് എങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്വറി കൊടുത്താൽ എന്ത് കിട്ടും എന്നുള്ളതിനെക്കുറിച്ച് നല്ലൊരു ഐഡിയ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി അഡ്വാൻറ്റേജസ് ഓഫ് ORDBMS പറയുന്നുണ്ട്. അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും അതും കൂടി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഉൾപ്പെടുത്താം. ഇപ്പം നമ്മൾ ഇഷ്യൂസ് പറഞ്ഞു നിർത്തി. ഇന്നത്തെ ക്ലാസ്സിലെ ഇംപ്ലിമെൻറ്റേഷൻ ഇഷ്യൂസ് ഇൻ ORDBMS ആണ് പറഞ്ഞത്. സ്റ്റോറേജ് ആൻഡ് ആക്സസ് മെത്തേഡ്സും എന്തായിരുന്നു, മെത്തേഡ് സെക്യൂരിറ്റി, ക്വറി പ്രോസസ്സിങ്, അഗ്രിഗേറ്റ് ഫങ്ഷൻസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, വായിച്ചു നോക്കുക, പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.